ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖന്നല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സെനിക്കുട്ടൻ്റെ ഡേ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കമൻസിൽ പലപ്പോഴായിട്ട് വരുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്നാൽ ഓൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ആള് നല്ല ഉറക്കാണ് കേട്ടോ. ചില ദിവസം രാവിലെ സുബൈക്ക് തഹജ്ജുദ് നിസ്കരിച്ചാനൊക്കെ എണീക്കും. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ എണീച്ച് പിന്നെ ഇപ്പച്ചിൻ്റെ കൂടെ വന്ന് കിടന്നുറങ്ങിയതാണ് കേട്ടോ ആള്. എന്നിട്ട് ഇപ്പം നല്ല ഉറക്കാണ്. ഇപ്പച്ചി നീച്ചു പോയതൊന്നും ആൾ അറിഞ്ഞിട്ട് തന്നെയല്ല. അപ്പം ഇന്ന് ഓൻ്റെ ദിവസമാണെന്ന് അറിഞ്ഞപ്പോൾ അവനൊന്ന് വെയിറ്റിട്ട് കിടക്കിക്കാരം. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ കുഴച്ച് കൊടുത്തിക്കണ്. പിന്നെ രാവിലെ എണീച്ചപ്പോൾ ഷൂ ഊരിയിട്ടിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പോൾ രാത്രിക്ക് ഷൂ ഇടലുണ്ടല്ലോ നമ്മളെ. രാവിലെ എണീച്ചപ്പോൾ ഷൂ ഇടുമ്പോൾ ഭയങ്കര കുറുമ്പാട്ടിലൊക്കെയാണ്. അപ്പം ഞാനൊന്ന് ഊരിയിട്ടിട്ടുണ്ട് ഇനി കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ ഒക്കെ കാണുള്ളൂ, എന്താണ് ഷൂ ഇടുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞുതരാം. ഇതാണോ എൻ്റെ ഷൂ കേട്ടോ. അപ്പം ആ മഞ്ഞ കളർ കാണുന്നത് നീമോൾ വാട്ടർ കളർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓന് ജനിച്ചപ്പോൾ തന്നെ കാലിനൊരു ചെറിയ വളവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഉടനെ തന്നെ ചികിത്സയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2 മാസം പ്ലാസ്റ്ററാണ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതാ 2 ഭാഗത്തും ഷൂവും അതിൻ്റെ നടുവിൽ ഇങ്ങനെ വടിയൊക്കെ വെച്ചിട്ടുള്ള ഷൂ ആണ് കേട്ടോ ഇടൽ. ഇങ്ങനത്തെ ഷൂ ആണ് ഇടുക. ഇതിനെന്താ പറയുക, ക്ലബ് ഫൂട്ട് എന്നോ അങ്ങനെ എന്തോ ആണ് പറയുക. ഇതിൻ്റെ ചെറുതായിരുന്നു ആദ്യം. അത് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സൊക്കെ ഒരു 8 മാസമൊക്കെ ആയ സമയത്ത് രണ്ടാമത് മാറ്റിയതാണ് ഈ ഷൂ. ഇപ്പോൾ എൻ്റെ കാലിൻ്റെ വളവൊക്കെ മാറിയിരിക്കണം കേട്ടോ. 2 മാസം പ്ലാസ്റ്റർ ഇട്ടപ്പോൾ തന്നെ ശരിയായിന്. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഒരു 5 വയസ്സ് വരെയൊക്കെ ഈ ഒരു ഷൂ പോലെ ഇടേണ്ടി വരും, അപ്പോഴൊക്കെയുള്ളൂ ശരിക്കും മാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് കേട്ടോ ഷൂവിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഓൻ ഇറങ്ങി എണീറ്റാൽ ഇതോൻ്റെ പൂട്ടിയാണ് കേട്ടോ. ഇതിലിട്ട് അയ്യേ ഇതോ എന്ന് വിചാരിച്ചണ്ട, ഇത് നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന പൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ചീലും ഇതൊക്കെ അങ്ങനെ. ഉള്ളിൽ ക്ലീനാണ്. ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയത് നമ്മളെ വീട് വാർത്ത സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ മൂലൊക്കെ വെച്ചതേനു കേട്ടോ അന്ന്. അപ്പം മുകളിൽ ആ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് കോൺക്രീറ്റിൻ്റെ തുള്ളികൾ വീണുകൊണ്ട് ആയതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വരച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കുന്നതാണ്. ഇത് നമ്മുടെ അജുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അജുവിന് ഇപ്പോൾ 10 വയസ്സായില്ലേ. അപ്പോൾ ഒരു 10 വർഷം മുമ്പത്തെ സാധനമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് കളറൊക്കെ അങ്ങനെ മങ്ങിയിട്ടിരിക്കണത് കേട്ടോ. അത് കഴിഞ്ഞ് അജു അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നിയമോളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞും അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ പതിച്ചു. നമ്മുടെ സിനിമോനും യൂസ് ചെയ്യുന്നുണ്ട്. സിനിമോൻ്റെ യൂസ് ചെയ്യലും കൂടി കഴിഞ്ഞാൽ നമുക്കിത് ആക്രിക്ക് കൊടുത്ത് പൈസ വാങ്ങണം. രാവിലെ ചിലപ്പോൾ എണീറ്റ് വന്ന പാടന്നെ ഇരുത്തിയാൽ ചിലപ്പോൾ ഓന് അപ്പിടും. അല്ലെങ്കിൽ പിന്നെ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇരുത്തുകയാണെങ്കിൽ ചിലപ്പോൾ അവന് കാര്യമൊക്കെ സാധിച്ചു. അപ്പം നിയമോളെ ഇന്നലെ ഇട്ട മുടിമ കുത്തിയാണ് കേട്ടോ. അപ്പം അതവിടെ വെച്ച് മഴയൊക്കെ കൊണ്ട് നനഞ്ഞതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ താരം എണീറ്റ് വന്നിട്ട് കേട്ടോ. അവർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തെരഞ്ഞു വരികഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. അപ്പം ഞാനിങ്ങനെ ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കണത് കണ്ടിട്ട് ആൾക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയണൊക്കെ ഉണ്ട്, ഇന്ന് എൻ്റെ ദിവസമാണ്, നല്ല കുട്ടിയായി നിന്നോ എന്നൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ദേഷ്യം വന്നിക്കണ്. അപ്പം നമുക്ക് രാവിലത്തെ ചായ കൊടുക്കാം. ഇന്ന് ചപ്പാത്തി ഇനി കേട്ടോ. അപ്പം ചപ്പാത്തി ഞാൻ ചെറിയ ചെറിയ പീസാക്കി പിച്ചിട്ടിട്ട് അതിലേക്ക് ചായ ഒഴിച്ചിട്ട് അന്ന് ചായയിൽ കുതിർത്തിയിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെന്താ കഴിക്കണത് അതൊക്കെ തന്നെയാണ് ഓനും കൊടുക്കൽ കേട്ടോ. ഓനായിട്ട് എല്ലാ ടൈമും സ്പെഷ്യലായിട്ട് ഓരോ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊന്നും ഞാൻ കൊടുക്കലില്ല. നമ്മൾ കഴിക്കണത് എന്താ വെച്ചെങ്കിൽ അങ്ങനെ കൊടുക്കും. അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഓനക്കായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് ഇനി ഫുഡ് കൊടുക്കാം. ചിലപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്ന് തിന്നും, ചിലപ്പോൾ അതേപോലെ ഒക്കത്തൊക്കെ നടന്ന് തിന്നുന്നതാണ് ഇഷ്ടം. അപ്പം രാവിലെ എണീച്ചപ്പോൾ ഒരു കുറുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ നിന്നങ്ങാണ്ട് അവിടെ ഒരു പൊയ്യമ്മയും കുട്ടികളൊക്കെ ഉണ്ടേനി. അപ്പം ഇങ്ങനെ ഇടക്കോലൊക്കെ നോക്കിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പം ചായയുടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുത്തിർന്ന് കളിക്കുകയാണ് കേട്ടോ ആള്. അപ്പം ഓന് രാത്രിക്ക് ഇന്നലെ പമ്പേഴ്സാണ് ഇട്ട് കൊടുത്തീനെ കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാൻറ്റിൽ മൂത്രമൊന്നും ആവാത്തതുകൊണ്ട് ആ പാൻറ് തന്നെയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പമ്പേഴ്സ് ഞാൻ ഊരിയിട്ടീനു. പമ്പേഴ്സ് ഞാൻ അധികം ഇടലില്ല, ക്ലോത്ത് ഡയപ്പറാണല്ലോ ഞാൻ ഇട്ട് കൊടുക്കല്. പക്ഷേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഴയായിട്ട് രണ്ടും നനഞ്ഞെടുക്കാണ്. അതുകൊണ്ട് ഇന്നലെ പമ്പേഴ്സാണ് ഇട്ട് കൊടുത്തിനത്. പമ്പേഴ്സ് ഞാൻ പകലൊന്നും ഇട്ട് കൊടുക്കലില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഊരി ഓനൊക്കെ കഴുകി തുടച്ചിട്ട് പിന്നെ ഞാൻ പാൻറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ അത് മൂത്രയിക്കും, മാറ്റേണ്ടി വരും. ക്യാമറ കണ്ട് എടുത്ത് വന്ന് നോക്കണം കേട്ടോ. ഈ പല്ല് കാണിച്ചിട്ട് എത്ര പല്ലുണ്ട് നോക്കട്ടെ.
മൂന്ന് പല്ലെന്ന് കിട്ടാ, മൂന്ന് പല്ലെന്ന് കിട്ടാ. മക്കൾക്ക് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ കുപ്പിയിലാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓൻ്റെ കുപ്പിയെടുത്ത് ഓനക്കും അതേപോലെ വെള്ളമാക്കി കിട്ടോ. എല്ലാ ദിവസവും ആക്കിക്കൂല. ചില ദിവസം ഞാൻ ഗ്ലാസ്സിൽ അങ്ങനെയും കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെയും കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തേന് എന്താ കളിക്കോപ്പുകളൊക്കെ ഇട്ടേക്കണ വണ്ടി ഇവിടെ മറിഞ്ഞിരിക്കണം കേട്ടാ. അപ്പോൾ ഇതൊക്കെ ഇട്ടേക്കണ ഒരു കൊട്ടയാണത്. അപ്പോൾ ഇതിന് എല്ലാ സാധനങ്ങളും വലിച്ചിട്ടിട്ട് കളിക്കണ തിരക്കാണ് കേട്ടോ. പച്ച പച്ചേ പച്ച പച്ചേ. ആ കുട്ടി മീന് കൊണ്ടുപോകണം. മീന് വേണോ? മീന് വേണോ? ഇരിക്കണ സ്ഥലം നോക്കി. മയിലിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതാ സ്പൂണൊക്കെ അടുക്കി വെക്കുകയാണ് എൻ്റെ കുട്ടി. അപ്പം ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരമൊക്കെ കളിക്കണ ആ ടൈമിലാണ് ഞാൻ മക്കൾക്ക് വേഗം കൂട്ടാനും വെള്ളം ഒക്കെ ആക്കി എടുക്കണ സമയം കേട്ടോ. അപ്പോൾ ഓന് വെള്ളം കൊടുത്തതാണ്. വെള്ളത്തിന് ആവശ്യമൊന്നുമില്ല, വെറുതെ ഞാൻ എനിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് വെള്ളം കൊടുത്തതാണ്. പക്ഷെ അവന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഓന് അത് കുടിച്ചിട്ടൊന്നുമില്ല, അങ്ങോട്ട് കളിച്ചിരിക്കാനും. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാലക്കുപ്പി കുറച്ച് സമയമൊക്കെ ചൂട് നിൽക്കും കേട്ടോ. അപ്പം ഞാൻ നല്ല ചൂടില്ല തിളച്ച വെള്ളമൊന്നും അങ്ങനെ കൊടുക്കലുമില്ല. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ കുപ്പി ഞാൻ മീഷോ ഒന്ന് വാങ്ങിയതേന് കേട്ടോ. ഈ സ്റ്റീലിൻ്റെ ഈ കുപ്പിൻ്റെ ഒപ്പം വേറെ 1-2 സാധനങ്ങളും ഉണ്ടായിന്. ഇതാണ് ഇത് ഫ്രൂട്ട്സൊക്കെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒൽക്ക് ഇങ്ങനെ അതിൻ്റെ കുരുവൊന്നും വായിൽ പെടൂല. അതിൻ്റെ പഴുപ്പ് മാത്രം ഒൽക്ക് ഇങ്ങനെ വായിൽ ചെല്ലണ രീതിയിലാണ് ഇത്. അപ്പം അതൊന്ന്, പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ടായിന് കേട്ടോ. നമ്മൾ കുറുക്കൊക്കെ കൊടുക്കണ ഒരു സാധനം. ആ സാധനം ഇപ്പം ഞാൻ ഓന് കുറുക്ക് മാത്രം കൊടുക്കുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്തിരുന്നു. ഇപ്പം അങ്ങനെ അധികം ഓനെ കുറുക്കൊന്നും കഴിച്ചില്ല. അപ്പം പിന്നെ അതൊക്കെ മക്കളൊക്കെ കഴിച്ച് എവിടേക്കോ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു 3 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ട് അങ്ങനെ വാങ്ങിയത് കേട്ടോ. അപ്പം സ്റ്റീലിൻ്റെ കുപ്പി നല്ല ഉഷാറാണ് കേട്ടോ. പാലം കുപ്പി അടിപൊളിയാണ്. അതിന് ഇങ്ങനെ വെള്ളമൊന്നും പോകില്ല. ഞാനത് വാങ്ങിയ സമയത്ത് ഞാൻ പേടിച്ചിട്ടുണ്ട് ഇനി ലീക്കാവോ എന്നുള്ളത്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഉഷാറാണ്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ അടുക്കളയിലിരുന്ന് കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ. ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റക്കാകുമ്പോൾ ഒരു ബോറടിയാണ്. പിന്നെ എൻ്റെ അടുത്ത് അടുക്കളയിൽ വന്നിരുന്നുങ്ങാണ്ട് പണിയാണ് കേട്ടോ. അപ്പം ഞാൻ കൂട്ടാണ്ടാക്കുന്ന സമയത്ത് മക്കളെ കൂട്ടാൻ മാത്രമൊക്കെ എടുത്തിട്ട് അത് കഴിച്ചാൽ കൊടുത്തിരിക്കണം കേട്ടോ. അതുകൊണ്ടൊക്കെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും. കുഞ്ഞാക്കിയൊക്കെ മദ്രസ് വിട്ട് വന്ന് പിന്നെ ഓല് സ്കൂൾ ബസ് ആയിട്ടാണ് ഞങ്ങളും പോകും കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു ട്രാവലിംഗ് ആണ് ആ സമയത്ത്. ചെറിയൊരു എൻജോയ്മെൻ്റ് ആണ്. മുറ്റത്ത് കൂടെ ഇങ്ങനെ ഓൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കില്ലേ. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറ്റി തിരിച്ചു വന്നു കേട്ടോ. അപ്പം ഈ വലിച്ചിട്ട സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. എടുത്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഓന് വീണ്ടും വലിച്ചിടും. ഓന് ഉറങ്ങിണ സമയത്താണ് ഞാൻ പിന്നെ അത് എടുത്ത് വെക്കൽ കേട്ടോ. അപ്പം ഈ ഒരു പെട്ടിയിലാണ് കേട്ടോ ഓൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക. അപ്പം അത് കുറച്ചൊന്ന് പൊടിയൊക്കെ കഴിക്കണം. അപ്പം അതൊന്ന് കഴുകിയിട്ടെ. അത് താറാവമ്മയും അതിന് 3 കുഞ്ഞു കുട്ടികളും ഉണ്ട് കേട്ടോ. ആ കുട്ടികളെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കൈ പിടിച്ചിട്ട് റബ്ബറിൻ്റെ ആയതുകൊണ്ട് അവന് നല്ല സുഖമാണ്. അതിങ്ങനെ കൈ പിടിച്ചിട്ട് വെക്കാനൊക്കെ. താറാവ് കുട്ടീനെ ഇതിനുള്ളിലിട്ട് അടിച്ച അങ്ങനെ ഞങ്ങൾ കുറേ പല സ്ഥലത്തും മാറി ഇരുന്നിട്ടും മുട്ടുത്തിയിട്ടും പിടിച്ച് നടന്നിട്ടും ഒക്കെ കളിച്ച് കുറച്ച് സമയം കഴിക്കണേ. അപ്പം വിശന്ന് തുടങ്ങിയിരിക്കണേ. ഇന്നിപ്പോൾ ഒരു നേരം വൈകി എണീച്ചുകൊണ്ട് ഒരു 11 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ കഞ്ഞി കൊടുക്കുന്നത്. കഞ്ഞി ഞാൻ കൊടുക്കുമ്പോൾ അത് അലിയിച്ചലൊന്നുമില്ല. മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കിയിട്ട് അങ്ങനെയൊന്നും കൊടുക്കലില്ല കേട്ടോ. ഓന് പല്ലില്ലാത്ത സമയത്ത് തന്നെ ഞാൻ ചെറുതായിട്ട് ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗം കൊണ്ടൊക്കെ ഒന്ന് ഉറച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കൽ. ഇപ്പം ഞാൻ അങ്ങനെയും ചെയ്യലില്ല. കാരണം ഓന് പല്ല് വന്നിക്കണ്. അപ്പം ഞാൻ ചമച്ച് ഇറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ പല്ലൊക്കെ വരുന്ന സമയത്തേ അപ്പം ഓൾക്ക് ഇതേപോലെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടതാണ് കേട്ടോ. ഓല് എന്താ പറയുക, മോണൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലത്തിന് അതാണ് ഇത്രയും നല്ലത്. ഓൾക്ക് ഇങ്ങനെ ചമച്ച് ഇറക്കണത്. അപ്പം കഞ്ഞി ഞങ്ങൾ മുറ്റത്ത് കൂടെ നടന്നിട്ട് പൂച്ചനെയും കോഴികളെയും പുഴുക്കളെയും ഉറുമ്പുകളെയും അങ്ങനെ ഓരോരുത്തരെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് കഞ്ഞി കുടിക്കൽ. അങ്ങനെ കഞ്ഞിയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ കുളിക്കുമ്പോൾ ഞാൻ എണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയതാണ് കേട്ടോ തലയിൽ തേക്കുക. പിന്നെ മേത്ത് തേച്ച് കൊടുക്കുക. ഉമ്മ ഉണ്ടാക്കിയ മഞ്ഞളെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഒരു
പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ എണ്ണ അന്ന് കുറച്ചധികം ഉണ്ടാക്കിയിരുന്നു. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും എണ്ണ തേക്കൽ നടക്കലുമില്ല, കാരണം ഓനിപ്പോൾ എണ്ണ തേക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിലാണ് തേച്ച് കൊടുക്കുക. അപ്പോൾ തേച്ചിട്ട് അകത്ത് കൂടെ ആകെ ആക്കും. അപ്പം ഞാനിതിവിടെ പുറത്ത് കൊണ്ടുവന്നിട്ട് പൊട്ടിയിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആ കയറി വന്നേ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഹിമാലയൻ്റെ ബേബി സോപ്പൊക്കെ വെച്ച് കുളിക്കട്ടെ കേട്ടോ. കുളിക്കൽ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്ത് തണുപ്പുള്ള ദിവസങ്ങളാണെങ്കിൽ മാത്രം ഞാൻ ഒന്ന് വെള്ളം തണുപ്പിടിച്ചിട്ടാണ് കേട്ടോ കുളിപ്പിക്കുക. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ആൾ ഉറങ്ങിയിട്ടോ. ആൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുളിയൊക്കെ. അപ്പം ഞാൻ ഇങ്ങനത്തതൊന്നും വീഡിയോ എടുക്കാത്തതല്ലേ. അപ്പോൾ ആൾക്ക് ഞാൻ ക്യാമറ ഒക്കെ സെറ്റാക്കി വരുമ്പോൾ തന്നെ ആൾ ദേഷ്യമൊക്കെ പിടിച്ച് ഇതായി. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പൗഡറും കൺമീശൊക്കെ ഇട്ട് സുന്ദരനായി മുടിയൊക്കെ വാർന്ന് കാർന്നുറങ്ങണം കേട്ടോ. പൗഡറും കൺമീശ എന്നൊന്നും ഇട്ട് കൊടുക്കൂല കേട്ടോ. പൗഡറും കൺമീശൊന്നും ഇടുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്നേക്കാം. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒരു ഇടയ്ക്കൊക്കെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ പൗഡറും കൺമീശൊക്കെ. ഇന്നിപ്പോൾ എൻ്റെ ദിവസമല്ലേ, അപ്പോൾ ഒന്നൊന്നും മഞ്ചനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ പൗഡറും കൺമീശൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ട്രൗസറും കുപ്പായൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. അപ്പം പമ്പേഴ്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ ഷീറ്റ് വിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും അവൻ ഉറങ്ങിയല്ലോ. അപ്പം തൊട്ടിയിൽ കടത്താതെ എന്താ വെച്ചാൽ തൊട്ടിയിൽ കടന്ന ആൾക്ക് ഇപ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. അവന് വേഗം എണീക്കണം കേട്ടോ. അവനിങ്ങനെ കിടക്കുന്നതാണ് പിന്നെ ഒരു ഇഷ്ടം. അപ്പം ഞാൻ ഏതായാലും ഉറങ്ങിയതല്ലേ, അപ്പോൾ ഷൂ കുറച്ച് നേരം ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ തലക്കെണ്ണിയൊക്കെ തടവ് വെച്ചിട്ടാണ് കേട്ടോ ഉറക്കാൻ കിടത്തുക. പിന്നെ ഇപ്പോൾ ഓനങ്ങനെ കട്ടിൽ വന്ന് അധികം വീഴലില്ല കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് പേടിച്ചിട്ട് പിന്നീട് ഇപ്പോൾ ഓന് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. ഓനറിയും വീഴും എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഓനതൊരു ഇതായിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇത് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഓൻ്റെ കളി സാധനങ്ങളൊക്കെ ഇട്ടേക്കണ ഒരു പെട്ടിയാണ് കേട്ടോ. അതൊരു ഫ്രിഡ്ജിൻ്റെ പച്ചക്കറിയൊക്കെ ഇട്ടേക്കണ കൊട്ടല്ലേ, അതാണ് കേട്ടോ. ഒരു പഴയ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെതാണ് കേട്ടോ അത്. അപ്പം ഇനി ഓൻ്റെ കളി സാധനങ്ങളൊക്കെ ഓനെപ്പോഴും വായിലിടുന്നതല്ലേ, അപ്പം അതൊക്കെ ഒന്ന് തൂത്തി തുടച്ച് വൃത്തിയാക്കി വെക്കട്ടെ. അപ്പം ഇത് ഒരു താറാവമ്മയും 3 കുട്ടികളുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതേന് കേട്ടോ, മീഷോന്ന്. ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ബാക്കിൽ ഇങ്ങനെ പി ഉണ്ട്. അപ്പോൾ അത് ഒച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാവുമ്പോൾ ഓന് പല്ലൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെ എല്ലാം കടിക്കാനൊക്കെ ഒരു ഇതല്ലേ കാരണം. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഉഷാറാണ് കേട്ടോ. ഇത് റബ്ബറാണല്ലോ സാധനം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച വേറൊരു സാധനമായിരുന്നു ഇത്. ഇതും അതേപോലെ തന്നെ മക്കൾക്ക് ഇതിങ്ങനെ ഓരോന്ന് അട്ടിയേക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കളർ ഒക്കെ പല കളേഴ്സൊക്കെ പഠിച്ചാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ. ഇതും ഞാൻ മീഷോന്ന് വാങ്ങിയതിന് ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ നനച്ച് തുടച്ചൊക്കെ എടുത്തു വെച്ചു. ഞാൻ ഉണരുമ്പോൾ തന്നെ വേഗം അവിടെ അടിച്ചു വാരി തുടച്ചിടുകയാണ്. പിന്നെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെയും ഇതിൽ തന്നെയാണല്ലോ എടുക്കുക. അപ്പം അടിച്ചു വാരി തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആൾ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഒരാൾ നല്ല ഉറക്കിന് ശേഷം എണീച്ചു. ഗുഡ് മോർണിംഗ് ആയോ സിനുക്കുട്ടാ? ഗുഡ് മോർണിംഗ് ആയോ കുഞ്ഞിന്? ബാബോ ഇങ്ങനെ എണീച്ചോ? അമ്മക്കുട്ടി വീയും പൊന്നെ. സാധാരണ ഒരു 15 മിനിറ്റ് ഒക്കെ ഉറങ്ങിയാണ് നീച്ചുന്ന ആളാണ് കേട്ടോ. ഇന്ന് നല്ല ഉഷാറായിട്ട് 2-2.5 മണിക്കൂറൊക്കെ ഉറങ്ങിട്ടോ. അപ്പം ഉറങ്ങി നീച്ചപ്പോൾ ആൾക്ക് ചോറ് കൊടുക്കുകയാണേ. അപ്പം ഞാൻ കുറച്ച് ഉരുളങ്കിഴങ്ങ് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് പുഴുങ്ങിയിട്ട് അത് ഉടച്ചിട്ട് ചോറിൻ്റെ കൂടെ ഒരിത്തിരി ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ കൊടുത്തത്. പിന്നെ കൂടെ ഞാൻ ചെറിയൊരു മീനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നേക്ക് 1 വയസ്സ് വരെ ഞാനൊരു ഇത്തിരിയൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. ആ എടുത്ത പീസുമൊന്നും ഫുള്ളൊന്നും കൊടുക്കൂല, ഒരു ചെറിയ പീസൊക്കെ കൊടുക്കുള്ളൂ. വെറുതെ ഒരു ചൊടിക്ക് ഇടയ്ക്കൊരു എരിയൊക്കെ വരുമ്പോൾ ബാക്കി ചോറുന്നാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും കറിയൊക്കെ ആണെങ്കിൽ ആ കറിയിൽ നിന്ന് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കൊടുക്കല്. ഇന്നിപ്പോൾ വെണ്ടയ്ക്കും തക്കാളി മുളക് ഇട്ടതാണല്ലോ, അത് കുറച്ചൊന്നും എരിവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് കേട്ടോ. അപ്പം ഇനി ഷൂ ഒക്കെ ഇട്ടിട്ട് ദേഷ്യമൊക്കെ വരൽ തുടങ്ങിയിരിക്കുന്നത്. ഷൂ ഇട്ടാൽ ഓന് വിചാരിച്ച മാതിരി ഇതേപോലെ ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെ മുട്ടുത്തി പോവാനും ബുദ്ധിമുട്ടാണ്. ഇതേപോലെ പിടിച്ച് നടക്കലൊക്കെ തുടങ്ങിയിരിക്കണേ. അപ്പോൾ ആൾക്ക് ഭയങ്കര കച്ചറ ഉണ്ടാക്കലാണ്. ഞാൻ വല്ലാതെ തട്ടി പുറത്തു പോവും. ഇവിടെ
മേവുഗോ. അപ്പൊ ഇങ്ങനെ പോണ സമയമാകുമ്പോ ഇപ്പൊ നമ്മള് നോക്കൽ തന്നെ ഒരു പണിയാണ് കേട്ടോ. ഇതേപോലെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തിയിട്ടും മുട്ടിയിട്ടും വേദനിച്ചിട്ടും കരഞ്ഞിട്ടും അങ്ങനെയും. പിന്നെ ആൾക്കുള്ളൊരു ചെറിയൊരു സ്വഭാവം എന്താ വെച്ചാല് ഇപ്പൊ ഈ ഒരു മഴക്കാലമായപ്പോഴേ ചേരട്ടുണ്ടല്ലോ, തേരട്ട എന്നൊക്കെ പറയുന്ന സാധനം, ആ സാധനം ഇങ്ങനെ വരും. അതിനൊക്കെ കയ്യിലൊക്കെ പിടിച്ചലുണ്ട് ആള്. അപ്പൊ ഇടക്ക് നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ നിക്കണം. അടുക്കളയ്ക്ക് വരുമ്പോ എനിക്ക് ആ ഒരു കാര്യമാണ് കേട്ടോ പേടി. അമ്മന്റെ മേത്തിരിക്കാൻ പാടില്ല കേട്ടോ. കുട്ടി 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 വെച്ചേരട്ടോ. അമ്മന്റെ മേത്ത് താറാവ് കുഞ്ഞ് ഇതാ, അമ്മന്റെ മേത്ത് ഇരിക്കണ്ട. അപ്പൊ മക്കള് സ്കൂളൊക്കെ വിട്ട് വന്നപ്പോ ഓല് ബിസ്ക്കറ്റ് വെച്ചപ്പോഴേ ഓലൊക്കെ ഒരു ചെറിയ പീസൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കണുണ്ട്. ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും കൊടുത്ത് ശീലിപ്പിച്ചാലൊന്നുമില്ല കേട്ടോ. അപ്പം ഷുഗർ അത്ര നല്ലതൊന്നല്ലല്ലോ, കുട്ടികളെ അഡിക്റ്റ് ആക്കണ ആ ഒരു ഇതല്ല. അപ്പൊ ഞാൻ അങ്ങനെ അധികം കൊടുക്കലില്ല. പിന്നെ ഞങ്ങൾ 4 മണിയൊക്കെ ആയി കഴിഞ്ഞാല് പിന്നെ ഞങ്ങളൊന്നിങ്ങനെ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഒന്നിങ്ങനെ കളിക്കാനൊക്കെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അവലും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടേനി. അപ്പൊ ഞാൻ അവലും ചായ കുടിച്ചപ്പോ അതിന് തൊള്ളാട്ടിയതാണ് കേട്ടോ. നമ്മൾ ആര് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വായ കാണിച്ചു തരും. എന്നിട്ട് പിന്നെ ചിലപ്പോ ഒരു ചെറിയൊരു സ്പൂണോ 2 സ്പൂണോ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ, ഒരുപാടൊന്നും കഴിക്കൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓന്റെ കാര്യങ്ങള്. പിന്നെ ഓന് വിശക്കണ സമയമാണെങ്കിൽ ഓൻ എന്നെ സിഗ്നൽ തരും കേട്ടോ. മമ്മം പറഞ്ഞിട്ട് വിശക്കണുണ്ട് എന്നുള്ളത് ഓന് നമ്മളെ അറിയിച്ചു തരും. വൈകുന്നേരമായി പിന്നെ ഓലൊക്കെ ബുക്കൊക്കെ എടുത്ത സമയമായാൽ പിന്നെ ഇതേപോലെയാണ് കേട്ടോ. ഓല ബുക്കുകളൊക്കെ വലിച്ചിടാനും ഒക്കെ കൂടും കേട്ടോ. ഓല് ടൈം ടേബിളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ബോക്സ് ഒക്കെ ഇങ്ങോട്ട് എടുത്തേക്കണതാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഓല പിന്നാലെ കൂടിയിരിക്കണ്. പോണോ ചെമ്മ ഇങ്ങോട്ട് പോരെ പോരെ. നോക്കട്ടെ സെന്നു നോക്കട്ടെ. വലിയൊരു മുട്ടായി കുത്തിക്കേ. എന്ത് അച്ഛനെ നല്ലോ പറ്റിക്കണ മധുരായിട്ട്. ഓ എന്താണ് മെച്ചിക്കടിക്ക 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 മുട്ടായി, മെച്ചിക്കടിക്ക മുട്ടായി, മെച്ചിക്ക് കൊണ്ട മുട്ടായി, ഇമ്മച്ചിക്ക് മുട്ടായി കൊണ്ടാ. ഓന് ഞാനേ ഇതുവരെ അങ്ങനെ മുട്ടായി ഒന്നും കൊടുക്കലില്ല കേട്ടോ. ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ തന്നെ ഓനെ കാണാതെ കഴിച്ചാൽ മതി, കൊടുക്കണ്ടെന്നൊക്കെ പറയലാണ്. പക്ഷെ ഇപ്പൊ ഓന് കുറച്ചും കൂടിയൊക്കെ ആയപ്പോലെയൊക്കെ എന്തൊക്കെ കുത്തിപ്പറിച്ച് വാങ്ങി തിന്നൽ തുടങ്ങിയിരിക്കണം. ഒരു തേൻ മുട്ടായി തിന്നാണ് കേട്ടോ. അത് മുഴുവനായിട്ടും കഴിക്കൊന്നുമില്ല, കുറച്ചൊക്കെ കഴിച്ച് ബാക്കി അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇട്ടു. അപ്പൊ ഇനി രാത്രിക്ക് നമ്മള് കിടക്കണീനെ കുറച്ച് മുന്നെയാണ് ഓന് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇന്നിപ്പോ 10 മണിക്കും ഉച്ചക്കൊക്കെ കഞ്ഞിയും ചോറൊക്കെ ആയതുകൊണ്ട് ഞാൻ വൈകിട്ട് എഴുതി ഇത് നേഴ്സറി പൊടി ഉണ്ടല്ലോ അത് കുറുക്കുണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ അത്ര തോനെയൊന്നും ഓന് കഴിക്കൊന്നുമില്ല കേട്ടോ. നിയമോക്കും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് ഞാൻ കുറച്ചധികം എടുത്തത്. അതിക്കൊന്നും ചേർക്കൂല, വെള്ളം മാത്രം ചേർത്തിട്ട് മധുരമൊന്നും ചേർക്കൂല കേട്ടോ. കാരണം അമൃതം പൊടിയിൽ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ. എന്നിട്ട് നല്ല കട്ടിക്ക് ഇതേപോലെ കുറുക്കിയെടുക്കും, വെള്ളം പോലെ എങ്ങനെ തുപ്പി കളിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ കട്ടിക്ക ഇത്രയൊന്നും കഴിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ഓരോരോ തോന്നലാണ് കേട്ടോ. അപ്പം അത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രത്തിൽ എടുത്ത് നല്ലപോലെ പരത്തി വെച്ചത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓന് വിശക്കണ സമയമാകുമ്പോൾ ഓന് സിഗ്നൽ തരും മമ്മം എന്നുള്ളത്. അപ്പം ഇപ്പോൾ ഓൻ ആ സിഗ്നൽ ദുർവിനിയോഗം ചെയ്യൽ തുടങ്ങിയിരിക്കുന്നത്. കാരണം അടുക്കളയ്ക്ക് വരുമ്പോൾ പറയും അടുക്കളയിൽ മമ്മമ്മിന്റെ ഉത്ഭവം അടുക്കളയിൽ നിന്നാണ് ഓന് ഏകദേശം മനസ്സിലായി. അപ്പൊ ബെല്ലൊക്കെ അടിച്ച് അവസാനിപ്പിച്ചിരിക്കണം. ഇനി എല്ലാരും പോയി കടന്നുറങ്ങിക്കോളി. അപ്പം ഞങ്ങള് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കേകി വന്നു. ഇനി കുപ്പായ ഇടാനല്ലേ അതാണ് കേട്ടോ അത്. അപ്പൊ ക്യാമറ അവിടെ കണ്ടിട്ട് അത് പിടിച്ച് വലിക്കാനല്ലേ തത്രപ്പാടാണ്. അപ്പം ഈ രാത്രി കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ ക്ലോത്ത് ഡയപ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കണ പാഡാണ് കേട്ടോ.
അപ്പൊ ഈ പാഡ് വെക്കാൻ ഇതാ ഇത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മതി. പിന്നെ അലാസ്റ്റിക്കും ഈ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏകദേശം കുറച്ചധികം കാലം യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 6-7 മാസമൊക്കെ ആയ സമയം മുതൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ബട്ടൺസുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. അപ്പം ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. 220 രൂപ അങ്ങാണ്ടാണ് അതിനു. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അപ്പോൾ ഉറങ്ങണീന് മുന്നേ ഷൂ ഇടാൻ നിന്നാൽ ഇതാണ് കേട്ടോ അവസ്ഥ. എങ്ങനെയായാലും ഓന് സമ്മതിച്ചു തരില്ല കേട്ടോ ആ ഒരു ഷൂ ഇടാൻ. അപ്പം ഇപ്പോൾ ഓന് ഉറങ്ങിയിട്ടുണ്ട്. ആ ഉറങ്ങിയ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഷൂ ഇടുന്നത്. ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഈ ഷൂ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് സെനിമോൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടക്ക് ഓന് ആവശ്യാനുസരണം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്യലുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. അപ്പം ഇന്ന് ഓന് നല്ല കുട്ടീനെ, കാരണം ഇന്ന് ഓൻ്റെ ദിവസം ആയതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഉച്ചക്ക് കുറച്ച് സമയമൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ ആ ഉച്ചക്ക് ഉറപ്പൊന്നും ഉണ്ടാവുന്നല്ലേ കേട്ടോ. ഇങ്ങനെ കരഞ്ഞും ബഹളമൊക്കെ കാട്ടി അങ്ങനെ നടക്കും. അപ്പം പിന്നെ നമ്മളെ പണിയും നമ്മൾ ഉദ്ദേശിച്ച നേരത്തൊന്നും കഴിയൂല. ഓന് ഉറങ്ങണ സമയം ഉച്ചക്ക് ഉറങ്ങൊക്കെ ആണെങ്കിൽ നമ്മളൊരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പണി കഴിയും. അല്ലെങ്കിൽ 4 മണി 4:30 ചിലപ്പോൾ ഒരു മക്കൾ സ്കൂളൊക്കെ വിട്ട് തന്നെ സമയത്ത് കുളിയൊക്കെ കഴിയുള്ളൂ കേട്ടോ എൻ്റെത്. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ആകെ എന്താ പറയുക ഭയങ്കര ദേഷ്യവും ടെൻഷനും ഒക്കെ വരും. കുട്ടികൾ ശരിക്ക് ഉറങ്ങണില്ല, ഇതാക്കണില്ല, നമ്മളെ പണിയും തന്നെ നമ്മൾ വിചാരിച്ച നേരത്തെ നടക്കണില്ല ഒക്കെ വരുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ വരില്ലേ. പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞാൽ ഇപ്പോൾ 3ാമത്തേതായപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് തൈസിലായില്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് ചെറിയൊരു കുട്ടിയൊക്കെ ഉള്ള ആൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇതേക്കാരം, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, കുട്ടികളോട് വാശി കാണിച്ചു, നമ്മളോട് തന്നെ കയറൊക്കെ വരും. കാരണം ഒരുവിധം നമ്മൾ വിചാരിച്ച മാതിരി റൊട്ടീനും കാര്യങ്ങളൊന്നും നടക്കാതെ ആകുമ്പോൾ നമ്മൾ ഇതുവരെ നിന്നീന ആ ഒരു രീതിക്കാവൂലല്ലോ. പിന്നെ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളെ റൊട്ടീനൊക്കെ തന്നെ തലതിരിയും. നമുക്ക് ഒന്നും വിചാരിച്ച സമയത്ത് ചെയ്യാൻ പറ്റൂല. അങ്ങനെയൊക്കെ ആകുമ്പം നമ്മൾ ദേഷ്യം വാശിയൊക്കെ കാണിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഓല് ഒരു 3 വയസ്സ് വരെയൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഓല് അല്ലെങ്കിൽ പ്ലേ സ്കൂള്, നഴ്സറി, അത് കഴിഞ്ഞാൽ സ്കൂള്, മദ്രസ് അങ്ങനെയൊക്കെ ആയിട്ട് ഓല് ദിവസം ഫുൾ ബിസി ആയിക്കാരം. അപ്പോൾ ഈ ഒരു 2-3 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും ഒന്ന് വലുതായി സ്കൂൾക്ക് പോകാനായി കിട്ടിയെങ്കിൽ വിചാരിച്ചും. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഓല് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വലുതാവണ്ടില്ലേന്നു എന്നുള്ളത്. അപ്പം ഓല് 2-3 വർഷമൊക്കെ ഉള്ളൂ നമ്മൾ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ആ ഒരു കളിയും ചിരിയും. ഈ സമയത്ത് ശരിക്കും നമ്മൾ ഓലെ കൂടെ നിൽക്കുക, ഓലെ കളിയും ചിരിയൊക്കെ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ പിന്നീട് ആ ഒരു മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഭയങ്കര മിസ്സിങ് ആവും. ഓലെയൊന്നും ആ ഒരു പ്രായത്തിൽ ഓലെ പിന്നെ തിരിച്ചു കിട്ടൂലല്ലോ. ഞാൻ വിചാരിക്കണത് ചിലപ്പോൾ ഓല് ഈ ഒരു ചെറിയ പ്രായത്തിലാവും നമുക്ക് ഏറ്റവും ബിസി ഇല്ല ടൈമില്ലേ, ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പിന്നാലെ നടക്കണം. നമുക്ക് ടൈമില്ല അറിയും, ടൈം പോണത് നമ്മൾ അറിയേയില്ല, അത്രക്കും നമ്മൾ ബിസി ആയിക്കാരം. കുറച്ച് കഴിഞ്ഞ് ഓലൊക്കെ വലുതായി ഓലൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒരുപാട് വെറുതെ ഇരിക്കാനും ഒക്കെ സമയങ്ങളാവും. അപ്പോൾ നമുക്ക് ഈ ഓരോ മൊമെൻറ്റ്സും മിസ് ചെയ്യും. അപ്പം ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരണ്ടേ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.